ഹാഫിദ് ഇബ്ൻ അഹ്മദ് അൽ ഹക്കമി റഹിമഹുല്ല അവരുടെ കവിത സുല്ലമുൽ ഉസൂൽ ഇലാ മബാഹിസി ഇൽമിൽ ഉസൂൽ ഓഡിയോ നമ്പർ 7. ഇൻഫിറാദുഹു അസ്സ വജല്ല ബിൽ ഇറാദത്തി വൽ മശീഅത്തി. ഇറാദത്ത്, മശീഅത്ത് ഈ വിഷയങ്ങളിൽ അള്ളാഹു ഒറ്റയാണ്, അവൻ ഏകനാണ് എന്ന വിഷയം. ഇൻഫിറാദ് എന്ന് പറഞ്ഞാൽ ഒറ്റയാവൻ, ഇറാദത്ത് ഉദ്ദേശ്യം, മശീഅത്ത് എന്ന് പറഞ്ഞാലും ഉദ്ദേശ്യം തന്നെ. രണ്ട് ലഫ്ളുകളാണെന്നേ ഉള്ളൂ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ രണ്ട് ഒരേ ആശയത്തിലാണ്. ബാഖിൻ ഫലാ യഫ്നാ വലാ യബീദു വലാ യകൂനു ഗൈറു മാ യുരീദു മുൻഫരിദുൻ ബിൽ ഖൽഖി വൽ ഇറാദ വഹകിമുൻ ജല്ല ബിമാ അറാദ. ബാഖിൻ എന്നെന്നും അവശേഷിക്കുന്നവൻ, ഫലാ യഫ്ന വലാ യബീദു അവൻ നശിക്കുകയില്ല, ഇല്ലാതാവുകയില്ല, വലാ യകൂനു ഉണ്ടാവുകയില്ല, ഗൈറു മാ യുരീദു അവൻ ഉദ്ദേശിക്കുന്നതല്ലാതെ ഒന്ന്. മുൻഫരിദുൻ ഏകനാണ്, ഒറ്റയാണ്, ബിൽ ഖൽഖി സൃഷ്ടിപ്പ് കൊണ്ട്, വൽ ഇറാദ ഉദ്ദേശ്യം കൊണ്ട്. സൃഷ്ടിപ്പ്, ഉദ്ദേശ്യം ഈ രണ്ട് കാര്യങ്ങളും അള്ളാഹുവിൽ മാത്രമുള്ളതാണ്. മറ്റുള്ളവർ എന്തുണ്ടാക്കുന്നുണ്ടോ, എന്ത് സൃഷ്ടിക്കുന്നുണ്ടോ അതിനെയും ആ മറ്റുള്ളവരെയും അവരുടെ സൃഷ്ടിപ്പിനെയും ഒക്കെ അള്ളാഹു ഉണ്ടാക്കുന്നതാണ്. മറ്റുള്ളവർ എന്ത് ഉദ്ദേശിച്ചാലും അള്ളാഹുവിൻ്റെ ഉദ്ദേശം അതിനെ മുൻകടന്നിട്ടുണ്ടാവും. വഹാക്കിമുൻ വിധികർത്താവാണ്, ജല്ല ബിമാ അറാദ അവൻ ഉദ്ദേശിക്കുന്നത് നടപ്പിലൊരുത്തുന്നവൻ, മഹത്തായി ആരാലും എതിർക്കപ്പെടാതെ നടപ്പിലൊരുത്തുന്നവൻ. ഇതിൻ്റെ ഷർഹിൽ പറയാണ്, ബാഖിൻ അവശേഷിക്കുന്നവൻ, കമാ അന്നഹുൽ അവ്വലു ബില ഇബ്തിദാഇൻ ഫഹുൽ ബാഖി ബില ഇന്തിഹാഇൻ. കമാ അന്നഹു അവൻ ആണ് എന്ന പോലെ, അൽ അവ്വലു ആദ്യമേ ഉള്ളവൻ, ബില ഇബ്തിദാഇൻ ഒരു തുടക്കമില്ലാതെ, അനാദിയിലുള്ളവൻ, തുടക്കമില്ലാത്തവൻ, ഫഹുൽ ബാഖി അപ്രകാരം തന്നെ അവൻ ബാഖി, അൽ ബാഖിയാണ്, എന്നെന്നും അവശേഷിക്കുന്നവനാണ്. ബില ഇന്തിഹാഇൻ ഒരു അവസാനമില്ലാതെ, ഒരു അറ്റമില്ലാതെ, എന്തില്ലാതെ. കമാ ലാ ഇബ്തിദാ ലി അവ്വലിയതിഹി കദാലിക ലാ ഇന്തിഹാഅ ലി ആഖിരിയതിഹി അവൻ്റെ ആദ്യത്തിന് ഒരു തുടക്കമില്ല എന്നതുപോലെ അവൻ്റെ അവസാനത്തിന് ഒരു അവസാനവും ഇല്ല. അപ്പോൾ അവസാനം ആദ്യമോ അവസാനമോ ഇല്ല, എന്നൊന്നും നിലനിൽക്കുന്നവൻ. ഫലാ യഫ്ന വലാ യബീദു അവൻ ഫനാ ഇല്ല, നാശമില്ല, ഹലാക്കില്ല, വലാ യബീദു അവൻ ഇല്ലാതാവുകയും ഇല്ല. ബൽ ഹുവൽ മുഫ്നി വൽ അൽ മുബീദു എന്നാൽ അള്ളാഹു എന്താണ്? അവൻ അൽ മുഫ്നിയാണ്, അവൻ ഫാനിയല്ല, അവൻ മുഫ്നിയാണ്. മുഫ്നി നശിപ്പിക്കുന്നവനാണ്, ഇല്ലാതാക്കുന്നവനാണ്, അവൻ ഇല്ലാതാവുകയില്ല. അൽ മുബീദു ഇല്ലാതാക്കുന്നവനാണ്. വഹുവ അൽ മുബ്ദി ഉൽ മുഈദ് അവൻ ആദ്യം തുടക്കത്തിൽ ഉണ്ടാക്കുന്നവനാണ്, അൽ മുഈദ് മടക്കുന്നവനാണ്, അല്ലെങ്കിൽ ആവർത്തിക്കുന്നവനാണ്, സൃഷ്ടിപ്പ് ആവർത്തിക്കുന്നവൻ ആണ്. മുൻഫരിദുൻ റബ്ബുന അസ്സ വജൽ ബിൽ ഖൽഖി മുൻഫരിദുൻ ഒറ്റയാണ്, ഏകനാണ്, റബ്ബുന അസ്സ വജൽ നമ്മുടെ റബ്ബ് അസ്സ വജൽ, ബിൽ ഖൽഖി സൃഷ്ടിപ്പ് കൊണ്ട്. ഫമാ മിൻ മഖ്ലൂഖാത്തിൻ ഫിസ് സമാവാതി വൽ അർളി ഇല്ല അല്ലാഹു ഖാലിഖുഹു സുബ്ഹാനഹു ലാ ഖാലിഖ ഗൈറുഹു വലാ റബ്ബ സിവാഹു ഫഹുവ ഖാലിഖു കുല്ലി സാരിഇൻ وصنعته وخالق الكافر وكفره والمؤمن وإيمانه والمتحرك وحركته والساكن وسكونه. അപ്പോൾ فما من مخلوق ഒരു പടപ്പുമില്ല, ഒരു സൃഷ്ടിയുമില്ല, ഫിസ്സമാവാതി വൽ അർളി ആകാശങ്ങളിലോ ഭൂമിയിലോ, ആകാശങ്ങളിലും ഭൂമിയിലുമില്ല, ഇല്ല അല്ലാഹു ഖാലിഖുഹു അവൻ്റെ സൃഷ്ടാവ് അല്ലാതെ, അതിൻ്റെ സൃഷ്ടാവ് അല്ലാതെ. അപ്പോൾ അള്ളാഹു അതിൻ്റെ സൃഷ്ടാവ് ആയിട്ടല്ലാതെ ആകാശങ്ങളിലോ ഭൂമിയിലോ ഒരു പടപ്പും ഇല്ല. സുബ്ഹാന അവൻ പരിശുദ്ധനാണ്. ലാ ഖാലിഖ ഗൈറുഹു അവനല്ലാതെ ഒരു സൃഷ്ടാവില്ല. വലാ റബ്ബ സിവാഹ് അവനെ കൂടാതെ ഒരു റബ്ബുമില്ല. എന്ന് പറഞ്ഞാൽ മുഴുവൻ നിയന്ത്രിച്ച് പരിപാലിച്ച് സംരക്ഷിച്ച് പോരുന്ന ഒരു റബ്ബ് അവനല്ലാതെ ഇല്ല. ഫഹുവ ഖാലിഖു കുല്ലി സാനിഇൻ എല്ലാ ഉണ്ടാക്കുന്നവൻ്റെയും സൃഷ്ടികർത്താവ് അവനാണ്. വസൻഅതിഹി അതുണ്ടാക്കുന്നതിൻ്റെ
അപ്പോൾ ഒരു ആശാരി ഒരു മേശ ഉണ്ടാക്കുന്നു. അപ്പോൾ ആ ആശാരി ആണ് സ്വാനി ആ മേശയുടെ എന്ന് പറയാം, ഉണ്ടാക്കുന്നവനാണ്. അതിൻ്റെ ആ ആശാരി ഉണ്ടാക്കിയ സാധനം അവൻ്റെ സ്വൻഅത്താണ്, അവൻ ഉണ്ടാക്കിയ സാധനം. പക്ഷേ ആ സ്വാനി ഉണ്ടാക്കുന്നവനായിട്ടുള്ള ആശാരിയുടെ ഖാലിക്കും ആ സ്വൻഅത്ത് അവനുണ്ടാക്കിയ മേശ ഉണ്ടല്ലോ അതിൻ്റെ ഖാലിക്കും അള്ളാഹുവാണ്. നിങ്ങളെയും നിങ്ങൾ പ്രവർത്തിച്ചതിനെയും അള്ളാഹു പടച്ചു എന്നറിഞ്ഞോ. ഖാലിഖുൽ കാഫിരി വകുഫ്രിഹി, കാഫിറിൻ്റെ ഖാലിഖും കാഫിറിനെ പടച്ചതും അള്ളാഹുവാണ്. കുഫ്രിഹി അവൻ്റെ കുഫറിനെ സത്യനിഷേധത്തെ പടച്ചതും അള്ളാഹുവാണ്. വൽ മുഅ്മിനി വ ഈമാനിഹി, മുഅ്മിനെ സത്യവിശ്വാസിയെ പടച്ചതും അള്ളാഹുവാണ്. ഈമാനിഹി അവൻ്റെ സത്യവിശ്വാസത്തെ പടച്ചതും. വൽ മുതഹർരികി വ ഹറകതിഹി, ചലിക്കുന്നതിനെ പടച്ചതും അതിൻ്റെ ചലനത്തെ പടച്ചതും. വസ്സാകിനി വ സുകൂനിഹി, ശാന്തമായി അല്ലെങ്കിൽ അടങ്ങിയിരിക്കുന്നതിനെ പടച്ചതും അതിൻ്റെ അടക്കത്തെ സുകൂനിനെ പടച്ചതും അള്ളാഹുവാണ്. വൽ ഇറാദ, ഇറാദത്ത് കൊണ്ടും ഐ വമുൻഫരിദും ബിൽ ഇറാദ, ഖൽഖ് കൊണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ സൃഷ്ടിപ്പ് ഖൽഖ് എന്ന വിഷയത്തിൽ ഏകൻ അള്ളാഹുവാണ്, ഏകനാണ് അള്ളാഹു. ഇറാദത്ത് എന്ന വിഷയത്തിലും അങ്ങനെ തന്നെ. അതിന് എന്താണ് പറയുന്നത്? ഫലാ മുറാദ ലി അഹദിൻ മഅഹു വലാ ഇറാദത ലി അഹദിൻ ഇല്ലാ ബഅദ ഇറാദതിഹി അസ്സ വജല്ല വ മശീഅതിഹി. ഫലാ മുറാദ, അപ്പോൾ ഒരു ഉദ്ദേശവുമില്ല. ലി അഹദിൻ, ഒരാൾക്കും മഅഹു അള്ളാഹുവിൻ്റെ കൂടെ ഒരു ഉദ്ദേശമില്ല. മാഷാ അല്ലാഹു വശാ മുഹമ്മദ്, അള്ളാഹുവും മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി മാഷാ അല്ലാഹു വഹ്ദഹ് എന്ന് പറയാൻ പറഞ്ഞു. അള്ളാഹു മാത്രം ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ മാഷാ അല്ലാഹു സുമ്മ ഷാ മുഹമ്മദ് എന്ന് പറയാം. അതല്ലാതെ അള്ളാഹു ഉദ്ദേശിച്ചതിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ കൂടെ ഉദ്ദേശിക്കാൻ നടത്തുന്നില്ല. അള്ളാഹുവിൻ്റെ ഇറാദത്ത് അള്ളാഹുവിന് മാത്രം ഉള്ളതാണ്. അപ്പോൾ ഒരാൾക്കും ഒരു ഉദ്ദേശ്യം ഒരു മുറാദുമില്ല. വലാ ഇറാദത്തി ലി അഹദിൻ ഇല്ലാ ബഅദ ഇറാദതിഹി അസ്സ വജൽ, അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ട് അല്ലാതെ, അതിന് ശേഷം അല്ലാതെ. അപ്പം നമ്മളൊരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സംഗതി അള്ളാഹു തന്നെ നേരത്തെ തീരുമാനിച്ച് ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്നതാണ് മശീഅത്തിഹി, അവൻ്റെ മശീഅത്ത്. വലിൽ ഇബാദി ഖുദ്റത്തുൻ അലാ അഅമാലിഹിം വലഹും മശീഅത്തുൻ. അപ്പോൾ പടപ്പുകൾക്ക് അവരുടെ കർമ്മങ്ങൾക്ക് കഴിവുണ്ട്, ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നമ്മുടെ കയ്യിൽ നടക്കാൻ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ഉന്തി തള്ളാൻ, പുഷ് ചെയ്യാൻ, ഇതിനൊക്കെ നമുക്ക് സാധിക്കും. നടക്കാൻ, ഓടാൻ, പിടിക്കാൻ നമുക്ക് സാധിക്കും. വലഹും മശീഅത്തുണ്ട്, അവർക്ക് ഉദ്ദേശമുണ്ട്. നമുക്ക് ഓരോ ഉദ്ദേശങ്ങൾ, പല കാര്യങ്ങളും നമ്മൾ മനസ്സിൽ വിചാരിക്കാറുണ്ട്, അത് പലതും നടപ്പാക്കാറുമുണ്ട്. വല്ലാഹു ഖാലിഖുഹും വ ഖാലിഖു ഖുദ്റതിഹിം മശീഅതിഹിം. അപ്പം എന്താ മനസ്സിലാക്കേണ്ടത്? അള്ളാഹു അവരുടെ അള്ളാഹു എന്താണ്? അള്ളാഹു അവരുടെ സൃഷ്ടാവാണ്. മാത്രമല്ല അവരുടെ മാത്രമല്ല സൃഷ്ടാവ്, ഖാലിഖു ഖുദ്റതിഹിം അവരുടെ കഴിവിൻ്റെ സൃഷ്ടാവാണ്. അപ്പം നമുക്ക് നടക്കാൻ കഴിയുന്നു, പിടിക്കാൻ കഴിയുന്നു, ഇപ്പം സംസാരിക്കാൻ കഴിയും. ഞാനിങ്ങനെ സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു, അതൊക്കെ കഴിവാണ്. പക്ഷെ ആ കഴിവിൻ്റെയും സൃഷ്ടാവാരാണ്? ആ കഴിവ് സൃഷ്ടിച്ചതാരാ? നമ്മളിൽ ഈ കഴിവ് സൃഷ്ടിച്ചതാരാ? അള്ളാഹുവാണ്. മശീഅതിഹിം നമ്മുടെ ഉദ്ദേശം, അവരുടെ ഉദ്ദേശം. വലാ ഖുദ്റത ലഹും വലാ മശീഅത ഇല്ലാ ബിഖദാരില്ലാഹി അസ്സ വജല്ല ലഹും ഇദാ ശാ വറാദ. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൻ്റെ ആ ഇഖ്തിദാർ കണക്കാക്കൽ പ്രകാരമല്ലാതെ പടപ്പുകൾക്ക് ഒരു കഴിവോ ഒരു മശീഅത്ത് ഒരു ഉദ്ദേശ്യമോ ഇല്ല. വഹകീമുൻ ജല്ല ബിമാ അറാദ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവനുദ്ദേശിച്ചത് വ്യക്തമായി മഹത്തരമായി നടപ്പാക്കുന്നവനാണ്. ഹാക്കിമാണ്, ഹാക്കിം വിധികർത്താവാണ്. ഫല മുഅഖിബ ലി ഹുക്മിഹി, അവൻ്റെ ഹുക്മ് വിധികർത്തൃത്വത്തെ, അവൻ്റെ വിധിയെ അത് എതിരിടുന്നവൻ ആരുമില്ല, അതിനൊപ്പോസ് ചെയ്യുന്ന ആരുമില്ല ആ വിധിയെ. വല റാദ ലി ഇറാദതിഹി, അവൻ്റെ ഉദ്ദേശത്തെ റദ്ദ് ചെയ്യുന്ന ആരുമില്ല.